എക്സ് പെന്തോ എന്ന് പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിട്ട ഈ സഹോദരൻ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ആ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ആ ബുദ്ധിമുട്ടിൽ നിന്ന്, വേദനയിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതിന് നമ്മൾ പരിഗണന എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അപ്പോൾ തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പുതിയതല്ല, മറിച്ച് കാലങ്ങളിലായിട്ട് പെന്തക്കോസ്തിനുള്ളിൽ തന്നെ ഉയരുന്ന വിമർശനങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്ന് പിന്നെയും നമ്മൾ കേട്ടത്. ഇതിന്റെ ഇടയിൽ സംഘികളും നിരീശ്വരവാദികളൊക്കെ വന്ന് ഇങ്ങനെ കുറേ കമന്റുകൾ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ പെന്തക്കോസ്തിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ചയാകുന്നുണ്ട്, വിമർശന വിധേയമാകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഇനി മറ്റൊരു കാര്യം, എന്താണ്, വർഗീയമായിട്ടുള്ള ചിന്ത ഉണ്ട്. അതായത് നിറത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾ പെന്തക്കോസ്ത് സഭകളിൽ ഉണ്ട്. അത്തരത്തിൽ വേർതിരിവുകൾ ഉണ്ടോ? മറ്റുള്ളവരെ ജാതിയുടെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലും കാണുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഈ ലോകത്തുണ്ട്. അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ക്രിസ്ത്യൻസിലുണ്ട്, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ട്. ഉണ്ടാകാൻ പാടില്ല. സത്യത്തിൽ കറുപ്പിന്റെയോ വെളുപ്പിന്റെയോ ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിൽ നിന്ന് വന്നതിന്റെയോ പേരിലുള്ള വേർതിരിവുകൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? 1-ാം നൂറ്റാണ്ടിലുള്ള സഭയോട്, ആ ആദർശത്തോട് ചേർന്ന് പോകുന്ന ഒരു സമൂഹം എന്ന നിലയിലാണ് വിശ്വസിക്കുന്നത്. പ്രായോഗികതയിലാണ് പെന്തക്കോസ്തുകാർക്ക് പരിമിതി വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പൊ ഈ നിറത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള വേർതിരിവുകളുണ്ടോ? തീർച്ചയായിട്ടും പെന്തക്കോസ്ത് സമൂഹത്തിൽ അത്തരത്തിലുള്ള വേർതിരിവുകളുണ്ട്. അതിനെ നമ്മൾ ഇടിച്ചു കളയണം. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ സഭകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. മുഴുവനായിട്ടൊരു പെന്തക്കോസ്റ്റൽ സർക്കിൾ നമ്മൾ എടുക്കുമ്പോൾ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമുള്ള വേർതിരിവുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. നമ്മൾ അതിനെ ഇടിക്കണം, നമ്മൾ അതിനെ ഇല്ലാതെയാക്കണം. നമ്മൾ പറയുന്ന ആദർശം അത് തന്നെയാണ്. അങ്ങനെയൊരു വർണ്ണത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ ഉള്ള വേർതിരിവുകൾ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലായിടത്തും നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്ന ആളുകൾ പെന്തക്കോസ്തിലുണ്ട്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസം അത് തന്നെയല്ലേ. അപ്പൊ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനെ തിരുത്തേണ്ടത് പെന്തക്കോസ്ത് സമൂഹം തന്നെയാണ്. എന്നാൽ മറ്റു സമൂഹങ്ങളെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ നിറത്തിന്റെ പേരിലുള്ള, അതുപോലെ തന്നെ ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ മറ്റ് ഇതര സമൂഹങ്ങളെ നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് ക്രൈസ്തവ സമൂഹങ്ങൾ മാത്രമല്ല, ഇതര മതങ്ങളെയും പെന്തക്കോസ്തിനോട് ചേർത്ത് വെച്ച് തുലനം ചെയ്യുമ്പോൾ പെന്തക്കോസ്തുകാർ ബഹുദൂരം മുന്നിലാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ആദർശം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഇതിനെല്ലാറ്റിനേക്കാളും മുകളിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. ഇനി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, IPC-കാർ പ്രത്യേകമായിട്ട് മതപരിവർത്തകരാണ്. IPC-കാർ മാത്രമല്ല, ആദ്യമായിട്ടുണ്ടായ റോമൻ കാത്തലിക് ചർച്ചുകൾ പോലും, ഏറ്റവും കൂടുതൽ ചർച്ചസ് ഉള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചസ് പോലും ശരിയല്ല, IPC-കാരാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, ആ ഓർഗനൈസേഷൻ അണ്ടറിൽ ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ടാവും. ആ പാസ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നത് അവിടെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുക, ആ പരിപാടികളല്ല. ഒരു ഫാമിലിയെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനാക്കി പെന്തക്കോസ്തുകാരനാക്കി. ഇത്രയും ക്ലെവറായിട്ട്, ഇത്രയും സൈക്കോളജിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മതം ഉണ്ടാവില്ല. ചർച്ച് ഓഫ് ഗോഡും AG ഒക്കെ ഈ നിലയിൽ നിങ്ങൾ പറയുന്ന ആശയത്തിൽ മനപരിവർത്തനത്തിലേക്ക് വഹിക്കുന്ന അല്ലെങ്കിൽ മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്ന സുവിശേഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. സുവിശേഷം പറയുകയും ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് പെന്തക്കോസ്തുകാരുടെ അടിസ്ഥാനപരമായ നിലപാടാണ്. അതിൽ ഒരു തരി പോലും വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് കൂടി എക്സ് പെന്തോ സഹോദരനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് മാത്രമല്ല, ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഈ രോഗശാന്തിയൊക്കെ എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നത്. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി. ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങൾക്കപ്പുറം, നാച്ചുറൽ ആയിട്ട് കാണുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത്. ഈ രോഗത്തിന്റെ അത്ഭുതം അങ്ങനെ തന്നെ, രോഗശാന്തി നടക്കുന്നു അങ്ങനെ തന്നെ. ഒരുപാട് ആളുകൾക്ക് രോഗശാന്തി കൈവന്നിട്ടുണ്ട്, അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ തന്നെ 1-2 സ്നേഹിതന്മാർ അത്ഭുതകരമായി ക്യാൻസർ സൗഖ്യമായിട്ടുള്ള, ഇന്ന് സുവിശേഷ വേലയിൽ തുടരുന്ന എന്റെ ചില സ്നേഹിതന്മാരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ യേശു ക്രിസ്തു സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്നും അത് നടക്കുന്നുണ്ട്, രോഗശാന്തി നിലനിൽക്കുന്നുണ്ട്. അത് തട്ടിപ്പല്ല. എന്നാൽ അതിനെ തട്ടിപ്പായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഏറ്റവും അധികം പെന്തക്കോസ്തുകാർ തന്നെയാണ് ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു എക്സ്പെന്തോയുടെ ആവശ്യം സത്യത്തിലില്ല. എക്സ്പെന്തോ എന്ന് പറഞ്ഞ സഹോദരൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പെന്തക്കോസ്ത് സമൂഹത്തിൽ ചർച്ചയാകുന്ന കാര്യമാണ്, വിമർശന വിധേയമാകുന്ന കാര്യമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പെന്തക്കോസ്തുകാർ പൈസ മുടക്കില്ല, പൈസ ചെലവ് ചെയ്യത്തില്ല, അങ്ങനെ സഹായം ചെയ്യത്തില്ല. എന്റെ അനുഭവം നേരെ വ്യത്യസ്തമാണ്. പെന്തക്കോസ്തുകാർ സഹായം ചെയ്യുന്നവരാണ്, സഹായിക്കുന്നവരാണ്.
ആപത്ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ്. അതുപോലെ തങ്ങളാലാവുന്നോളം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല മറ്റ് ആതുര സേവന രംഗത്തും ഇപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പുറകിലായിരുന്നു, ആതുര സേവന രംഗത്ത് പെന്തക്കോസ്തുകാർ പുറകിലായിരുന്നു, ഇപ്പോൾ മുന്നോട്ടാണ്. അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു കണ്ടീഷനിലൂടെ ഒരാൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അങ്ങനെ സഹായിക്കുന്നതിനുള്ള മനസ്സൊക്കെ ഇപ്പോൾ ഒരുപാട് പെന്തക്കോസ്തുകാർക്ക് ആ നിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇല്ലായ്മയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് മാറി വരുന്നൊരു സമയത്ത് സുവിശേഷം അറിയിക്കുക, അങ്ങനെ രക്ഷിക്കപ്പെടുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം മാറി, അതിലൊക്കെ അപ്ഡേറ്റ് ചെയ്തു. കുറെ കൂടി സഹായം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പെന്തക്കോസ്തുകാർ ഉണ്ട്. എന്റെ അനുഭവം നേരെ വ്യത്യസ്തമാണ്. ഇനി അങ്ങനെയല്ലാത്ത പെന്തക്കോസ്തുകാർ പൈസ മുടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളും എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ പെന്തക്കോസ്തുകാരിലും ഉണ്ട് എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി കല്യാണം, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ വാസ്തവവിരുദ്ധമായിട്ട് എനിക്ക് തോന്നി. അതായത് ഈ പെന്തക്കോസ്തുകാര് ദൈവവേലയെന്നും പറഞ്ഞ് മക്കളെ പഠിപ്പിക്കത്തില്ല. അത് നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ സൗത്ത് ഇന്ത്യയിലായിക്കോട്ടെ, പരമാവധി കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പെന്തക്കോസ്തുകാർ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. കേരളത്തിലായിക്കോട്ടെ പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതലുള്ള ഈ തിരുവല്ല, കുമ്പനാട് ഭാഗങ്ങളിൽ നിന്നൊക്കെയല്ലേ ഏറ്റവും കൂടുതൽ പ്രവാസികൾ അങ്ങോട്ട് പോയിരിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക്. അപ്പൊ അതൊക്കെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അത് നോർത്ത് ഇന്ത്യയിൽ പോയാലും എവിടെ പോയാലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പെന്തക്കോസ്തുകാർ മാത്രമല്ല എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട എക്സ്പെന്തോ സഹോദര, ഇവിടെ വിദ്യാഭ്യാസം ശരിക്കും പകർന്നു കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരല്ലേ? ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും വേർതിരിവുകളില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുത്തത് ക്രൈസ്തവരാണ്. ആ ആശയം തന്നെയാണ് പെന്തക്കോസ്തുകാരും പിന്തുടരുന്നത്. പെന്തക്കോസ്തുകാർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, വിദ്യാഭ്യാസം മനഃപൂർവ്വം കൊടുക്കാത്തവരാണെന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. എല്ലാ സമൂഹങ്ങളിലും പെട്ട എല്ലാവരും, എവിടെയുമുള്ളവർ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.